പശ്ചിമേഷ്യൻ യുദ്ധം പുതിയ ഭീകരഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന സൂചനകളോടെ പേർഷ്യൻ ഗൾഫ് വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ചരക്കു കപ്പലുകൾക്കെതിരെ ഇറാൻ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെയും ഊർജ്ജ വിപണിയെയും നടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ അമേരിക്കയുമായി ബന്ധമുള്ള കപ്പലടക്കം നിരവധി ചരക്കു കപ്പലുകൾക്കു നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു കപ്പലിലെ ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായും ചിലർ കാണാതായതായും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇത് സംബന്ധിച്ച വ്യക്തമായ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല. ഇറാൻ ഈ ആക്രമണങ്ങളെ ഒരു മുന്നറിയിപ്പായാണ് അവതരിപ്പിക്കുന്നത്. അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഇറാനെതിരെ നടത്തുന്ന സൈനിക ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതം തടയുമെന്ന് ഇറാന്റെ വിപ്ലവ ഗാർഡ് സേന നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ ഏകദേശം 1/5 വഴിയൊരുക്കുന്ന ഈ കടലിടുക്ക് അടയ്ക്കുകയോ അപകടകരമാക്കുകയോ ചെയ്താൽ ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നു പോകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പും നൽകിയിരുന്നു. പുതിയ ആക്രമണങ്ങളിൽ ഇറാൻ പരമ്പരാഗത യുദ്ധരീതികളെ മറികടക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ടുകൾ, മിസൈലുകൾ, കടലിനടിയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാവുന്ന ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ചരക്കു കപ്പലുകളെ ലക്ഷ്യമിടുകയാണ് നിലവിൽ ഇറാൻ. അടുത്തിടെ തായ്ലൻഡ് പതാകയുള്ള ഒരു ചരക്കു കപ്പലും ജപ്പാൻ കണ്ടെയ്നർ കപ്പലും ആക്രമണത്തിൽപ്പെടുകയും ഒരു കപ്പലിന് തീപിടിച്ച് ജീവനക്കാർ ഒഴിഞ്ഞുപോകേണ്ടി വരികയും ചെയ്തു. ചില കപ്പലുകൾക്കു നേരെ അജ്ഞാത പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ പുതിയ നടപടികളിലൂടെ ഇറാൻ വ്യക്തമാക്കിയ സന്ദേശം വളരെ ഭീകരമാണ്. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ എണ്ണ ചരക്കുമായി വരുന്ന കപ്പലുകളെല്ലാം നിയമാനുസൃത ലക്ഷ്യങ്ങളാണെന്ന് അവരുടെ സൈനിക കമാൻഡ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്ക് ഒരു വ്യാപാര പാതയല്ല, നിലവിൽ യുദ്ധമേഖലയാണ് എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും സമുദ്രത്തിൽ വലിയ സൈനിക വിന്യാസം ആരംഭിച്ചിട്ടുണ്ട്. US സേന ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാൻ സ്ഥാപിച്ചിരുന്ന മൈനുകൾ ഇടുന്ന കപ്പലുകൾ അടക്കം 16ഓളം നാവിക വസ്തുക്കൾ നശിപ്പിച്ചതായി സൈനിക വൃത്തങ്ങൾ ഇന്നലെ തന്നെ അറിയിച്ചു. ഇറാൻ കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കാൻ ശ്രമിച്ചാൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ അവസാന മുന്നറിയിപ്പ്. അതേസമയം ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ യുദ്ധക്കപ്പലുകൾ മേഖലയിൽ വിന്യസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ചരക്കു കപ്പലുകൾക്ക് സുരക്ഷ നൽകാനാണ് ഈ നീക്കം. എങ്കിലും ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കാൻ ഇത് മതിയോ എന്ന കാര്യത്തിൽ ആശങ്ക തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം അപകടകരമായതോടെ നിരവധി കപ്പൽ കമ്പനികൾ യാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. ചില ഇൻഷുറൻസ് കമ്പനികൾ പോലും ഈ വഴിയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകാൻ തയ്യാറാകുന്നില്ല. ഇതോടെ കടലിടുക്ക് സാങ്കേതികമായി തുറന്നിരിക്കുമ്പോഴും പ്രായോഗികമായി അടഞ്ഞതുപോലുള്ള സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് നേരിട്ടുള്ള ആഗോള ഊർജ്ജ വിപണിയെ ആകമാനം ബാധിച്ചു. എണ്ണവില കുത്തനെ ഉയരുകയും നിരവധി രാജ്യങ്ങൾ അടിയന്തര ഊർജ്ജ തന്ത്രങ്ങൾ ആലോചിക്കേണ്ടതായി വരികയും ചെയ്യുകയാണ്. ഗൾഫ് മേഖലയിലെ തുറമുഖ പ്രവർത്തനങ്ങളും ചില സ്ഥലങ്ങളിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ സാഹചര്യം വിലയിരുത്തുന്ന സുരക്ഷാ വിദഗ്ധർ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ഈ പ്രതിസന്ധി ഇപ്പോഴും തുടക്കഘട്ടത്തിലാണ്. ഹോർമൂസ് കടലിടുക്ക് യുദ്ധത്തിന്റെ പ്രധാന വേദിയായി മാറിയാൽ അത് സമുദ്ര യുദ്ധത്തിലേക്കുള്ള വലിയ മാറ്റത്തിന് കാരണമാകും. ഇറാൻ കടലിടുക്കിൽ ആക്രമണം നടത്തി യുദ്ധമേഖലയാക്കി മാറ്റി എണ്ണ വിതരണം തടയാൻ ശ്രമിച്ചാൽ അമേരിക്ക അതിനെ യുദ്ധപ്രഖ്യാപനമായി തന്നെ കാണാൻ സാധ്യതയുണ്ട്. അതേസമയം അമേരിക്ക നേരിട്ട് ഇറാന്റെ നാവികശേഷിയും ഡ്രോൺ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കാൻ ശ്രമിക്കുന്നതോടെ സംഘർഷം ഇനിയും കൂടുതൽ വ്യാപകമാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. 1, ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ ആക്രമണം തുടരുമോ? 2, അതിന് മറുപടിയായി അമേരിക്ക വലിയ സമുദ്രാക്രമണം ആരംഭിക്കുമോ? ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം എത്തുന്ന നിമിഷം പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് കടക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങളാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ സമുദ്രത്തിലെ നേരിട്ടുള്ള അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടലുകൾ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഉയർന്നത് തീപ്പൊരിയല്ല, കാട്ടുതീ തന്നെയാണ്. അത് ലോക സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷാ സംവിധാനങ്ങളെയും ഒരുപോലെ പരീക്ഷിക്കുന്ന വലിയ യുദ്ധത്തിന്റെ സൂചനയായി മാറുകയാണ്.